പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട് പപ്പായും പൈനാപ്പിളും ആണല്ലോ എന്ന്. ആ സമയത്ത് അബി പറയുന്നുണ്ട് ശരീരത്തിന് ദോഷകരമായിട്ടുള്ള ബാക്ടീരിയയൊക്കെ നശിപ്പിക്കാൻ ഈ പപ്പായ്ക്ക് കഴിയും, അതുകൊണ്ട് കുറച്ച് നല്ലത് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്, ഇനിയും ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്, നിനക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ തന്നെ കട്ട് ചെയ്ത് കൊണ്ടുവരാമെന്ന് പറയുകയാണ് അബി. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട് നീയാണോ ഇതെല്ലാം കട്ട് ചെയ്തേന്ന്. എന്നിട്ട് നവ്യാണെങ്കിൽ സന്തോഷത്തിൽ അങ്ങ് കഴിക്കാനായിട്ട് എടുക്കുകയാണ്. എന്നിട്ട് അബിക്കാണ് കേട്ടോ ആദ്യം വയൽ വെച്ച് കൊടുക്കുന്നതെന്ന്. അപ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു ഇത് ഞാനാണോ കഴിക്കേണ്ടതെന്ന്, അപ്പോൾ ആദ്യം നീ കഴിച്ചു തുടങ്ങുക, അതാണ് എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് അബിയുടെ വയൽ വെച്ച് കൊടുക്കുകയാണ്. പിന്നീട് നവ്യാണെങ്കിലും അങ്ങ് കഴിക്കുന്നുണ്ട് പപ്പായും പൈനാപ്പിളൊക്കെ എടുത്തിട്ട്. അപ്പോൾ ആ സമയത്ത് അബിയാണെങ്കിൽ അവിടുന്ന് റൂമിൽ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട് നീ പോവാണോ എന്ന്. ഞാനിതാ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അബി അവിടെ നിന്ന് പോവാണ് കേട്ടോ. നവ്യനെ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. പിന്നീട് നവ്യാണെങ്കിൽ അവിടെ ഇരുന്ന് പപ്പായും പൈനാപ്പിളൊക്കെ കഴിക്കുകയാണ്. പിന്നീട് നവ്യാണെങ്കിലും മനസ്സിലിങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഇങ്ങനെ ഇവിടെ കൂകി വിളിച്ചുകൊണ്ട് കാര്യമുണ്ടായി, മുത്തശ്ശനും മുത്തശ്ശിയും ഒന്ന് വരട്ടിയപ്പോൾ ആളാകെ മാറിപ്പോയി. അപ്പോൾ എന്തായാലും ഇപ്പോഴും നയനയും ആദർശും തമ്മിൽ വലിയ പൊരുത്തമൊന്നും ഇല്ല എന്നാണ് അബി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കുടുംബജീവിതം കണ്ട് അവർ അസൂയപ്പെടണം എന്നിങ്ങനെ നവ്യ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. അബി താഴേക്ക് വരുമ്പോൾ ജലജ് ചോദിക്കുന്നുണ്ട് എന്തായി അവൾക്ക് കൊടുത്തോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൊടുത്തിട്ടുണ്ട്, അവൾ അവിടെ ഇരുന്ന് കഴിക്കുകയാണെന്ന് പറയാണ്. എന്തായാലും ഇത്തവണ നമ്മൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറയാണ്. അപ്പോൾ ജ്യൂസ് കൊടുത്തുകൊണ്ട് അന്ന് ഫലമൊന്നും കണ്ടില്ലല്ലോ എന്നിങ്ങനെ അബി പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, അതിൽ മറ്റ് ഫ്രൂട്ട്സ് ആയിരുന്നു കൂടുതൽ, പപ്പായും പൈനാപ്പിളും കുറവായിരുന്നു. ഇതിപ്പോൾ പപ്പായും പൈനാപ്പിളും നേരിട്ട് ഡയറക്റ്റ് അവളുടെ വയറ്റിലേക്ക് ചെല്ലല്ലേ, എന്തായാലും ഇത്തവണ ഫലം കാണുമെന്ന് പറയാണ്. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് മുത്തശ്ശി അതുപോലെ തന്നെ മുത്തശ്ശനും കൂടെ അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അബീനോട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയുമ്പോൾ എന്താ മുത്തശ്ശിയാന്ന് ചോദിക്കുകയാണ്. നേരത്തെ കൊച്ചുണ്ടായതുകൊണ്ടാണ് ഞാൻ ചോദിക്കാതിരുന്നത്, നീ ഇങ്ങനെ മയക്കുമരുന്നും മദ്യമൊക്കെ ഇപ്പോഴും നന്നായിട്ട് ഉപയോഗിക്കാറുണ്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല മുത്തശ്ശാന്ന് പറയാണ്. ആ സമയത്ത് മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ എവിടെയെങ്കിലും മദ്യപിച്ച് ലക്കിയിട്ട് കിടന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാലും എനിക്കതിൽ വലിയ അത്ഭുതമൊന്നുമില്ല, പക്ഷേ അന്ന് ആദർശ് മദ്യപിച്ച് വന്നു എന്ന് പറഞ്ഞപ്പോൾ അതെനിക്കൊരു ഞെട്ടലായിരുന്നു എന്ന് പറയണം. അപ്പോൾ ജലജ് ചോദിക്കുന്നുണ്ട് അച്ഛനിപ്പോൾ എന്താ അതൊക്കെ പറയാൻ കാരണമെന്ന്. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശിനോട് പറയുന്നുണ്ടായിരുന്നു അതങ്ങ് ചോദിക്കയുടെ വസുന്ധര എന്ന് പറയാണ്. എന്നിട്ട് മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നിനക്കിപ്പോൾ ഒരു കുടുംബമുണ്ട്, അപ്പോൾ നീ ജോലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയും ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കാതെ എവിടെയും കൂട്ടുകൂടി നടക്കാതെ നേരെ അവളുടെ അടുത്ത് വന്നിരിക്കണം എന്നൊക്കെ പറയുകയാണ്. പിന്നീട് മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ കല്യാണം കഴിക്കുന്നത് വഴക്ക് കൂടാനാണെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോവാറുണ്ട്. അപ്പോൾ വീട്ടിൽ മുതിർന്നവരെ കണ്ടല്ലേ മറ്റുള്ളവരൊക്കെ പഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ മുത്തശ്ശനോട് ഇതുവരെ ഇങ്ങനെ കടുപ്പിച്ചൊരു വാക്ക് ഇതുപോലെ എതിർത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ അദ്ദേഹത്തിന് അന്ന് ഉറങ്ങാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറയാത്തതും. പക്ഷേ മുത്തശ്ശനെ എല്ലാവരും ബഹുമാനിക്കുകയും എല്ലാം ചെയ്യുമ്പോഴും ഇങ്ങനെ മുത്തശ്ശൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് എന്നെയാണ്, എനിക്ക് അതിലേറെ പേടിയുണ്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ വേണം കുടുംബജീവിതം മുന്നോട്ട് പോകാനെന്നൊക്കെ പറഞ്ഞിട്ട് അബിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അബിക്ക് അത് വലിയ ഇഷ്ടമൊന്നും ആവുന്നില്ല. പിന്നീട് ജലജിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാനിതൊക്കെ അവനോട് എപ്പോഴും പറയുന്നതാണെന്ന്. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ട് നീ ഇതൊന്നല്ല അവനോട് പറയുന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ ജലജിക്കാണെങ്കിലും അത് പറയുന്ന സമയത്ത് ഇഷ്ടമാവുന്നില്ല കേട്ടോ. പിന്നീട് ആദർശും നയനും കൂടെയൊക്കെ അവിടേക്ക് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് വരുന്ന സമയത്താണെങ്കിൽ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എൻ്റെ ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇവരിങ്ങനെ ഓരോ സ്വപ്നങ്ങളൊക്കെ കാണുന്നത്, ഇനിയിപ്പോൾ കുഞ്ഞില്ല എന്ന് അറിയുമ്പോൾ എന്തായിരിക്കും ഇവരുടെയൊക്കെ അവസ്ഥ എന്നിങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് നവ്യാണെങ്കിലും ആ പൈനാപ്പിളും കഴിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ ജലജിയും അബിയും കൂടെ അങ്ങനെ ജലജ അബീനോട് പറയുന്നുണ്ടായിരുന്നു അവളിപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അബിക്കാണെങ്കിലും നവ്യ വരുന്ന കാണുമ്പോൾ ദേഷ്യമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവ്യാണെങ്കിലും വരുന്ന സമയത്താണെങ്കിലും മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു നവ്യ കഴിക്കുന്നത് കാണുമ്പോൾ എന്താ കഴിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നവ്യാണെങ്കിൽ ആ പാത്രം അങ്ങ് നീട്ടുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി നോക്കിയിട്ട് പറയുന്നുണ്ട് ഇത് പപ്പായും പൈനാപ്പിളും ഒക്കെ ആണല്ലോ, ഇത് മോള് കഴിച്ചോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് നവ്യ ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശി ഇത് കഴിക്കാൻ പാടില്ലേന്ന്. അപ്പോൾ നൈനയോടാണെങ്കിലും മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ നൈന മോളെ നീ ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്തായാലും എനിക്കിത് അബി സ്നേഹത്തോടു കൂടി വാങ്ങിച്ചു കൊണ്ടുവന്നാണെന്ന് പറയുന്നുണ്ട് നവ്യാണെങ്കിലും. അപ്പോൾ അബിക്കാണെങ്കിലും ഒരു ഞെട്ടലാണ് കേട്ടോ. അപ്പോൾ നവ്യാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഈ സമയത്ത് ഗർഭിണികൾ ഇതൊന്നും കഴിക്കാൻ പാടില്ല, പപ്പായും പൈനാപ്പിളൊക്കെ ശരീരത്തിന് നല്ലതാണെങ്കിലും ഈ സമയത്ത് ഇത് ഗർഭിണികൾക്ക് ദോഷമേ ചെയ്യുള്ളൂ എന്ന് പറയാണ്. അതുപോലെ തന്നെ പിന്നീട് അബിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എനിക്കിതൊന്നും അറിയില്ലായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ എന്തായാലും മുത്തശ്ശൻ പിന്നീട് ഡോക്ടറെ വിളിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നവ്യാണെങ്കിലും ആ സമയത്ത് എനിക്ക് ചെറിയ വയറുവേദന ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഡോക്ടറെ വിളിക്കാമെന്ന് പറയുമ്പോൾ നവ്യ വേണ്ടാന്ന് പറയാണ് കേട്ടോ.
അപ്പോൾ പിന്നീട് നൈനയും പറയുന്നുണ്ടായിരുന്നു ചേച്ചി വേണ്ടാന്നല്ലേ പറയുന്നത്, കുഴപ്പമൊന്നും കാണില്ല എന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും പിന്നീട് നവ്യനോട് പറയുന്നുണ്ട് ഇങ്ങനെ ഡോക്ടറിനെ ഹോസ്പിറ്റലിൽ നിന്ന് പേടിക്കേണ്ട ആവശ്യമില്ല, എന്തായാലും ഗൈനക്കോളജിസ്റ്റിനെ ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനാണെങ്കിലും ഇങ്ങനെ ഗൈനക്കോളജിസ്റ്റിനെ വിളിക്കാനായിട്ട് അവിടെ നിന്ന് പോവാണ് ഫോൺ എടുത്തുകൊണ്ട്. പിന്നീട് ആ സമയത്താണെങ്കിലും നൈനയ്ക്കാണെങ്കിലും ഭയങ്കര ടെൻഷനാണ് കേട്ടോ നവ്യയ്ക്കൊക്കെ. പിന്നീട് എന്തായാലും ദേവയാനിയൊക്കെ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ അമ്മേന്ന്. അപ്പോൾ ആ സമയത്ത് നവ്യമോൾ പപ്പായും പൈനാപ്പിളും കഴിച്ചു, അബിയാണ് കൊണ്ടു കൊടുത്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും പിന്നീട് ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ അമ്മയും മോനും കൂടെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ട് ചെയ്ത പണിയാണോ എന്ന് ആർക്കറിയാമെന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ട് വെറുതെ ഓരോന്ന് പറയല്ലേട്ടോ ഏട്ടത്തി, അവളോട് ഒക്കെ ദേഷ്യം ഉണ്ടെങ്കിലും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനോട് ഞങ്ങൾ അത് ഒരിക്കലും കാണിക്കില്ല എന്ന് പറയുകയാണ് ജലജയാണെങ്കിലും. പിന്നീട് ആ സമയത്താണെങ്കിലും ആദർശ് പറയുന്നുണ്ടായിരുന്നു അബീനെ നോക്കിയിട്ട് ഇവൻ കഴുതയല്ല കോവർ കഴുതയാണ്, ഇവൻ എന്ത് ചെയ്താലും അത് അബദ്ധത്തിൽ വന്നേ വീഴുള്ളൂ എന്നൊക്കെ പറയുകയാണ്. നീ എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട, ഞാൻ ഉള്ളതാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ആദർശ് ദേഷ്യത്തോടെ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്ന സമയത്ത് അബിക്ക് അതങ്ങ് ഇഷ്ടാവുന്നില്ല, ഭയങ്കര ദേഷ്യത്തിൽ നോക്കുകയൊക്കെ ചെയ്യാണ്. പിന്നീട് നൈനയാണെങ്കിലും നവ്യനെ വിളിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ട് അവിടുന്ന് റൂമിലേക്ക്. ചേച്ചി ഒന്ന് വന്നേന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വിളിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് വന്നിട്ട് റൂമിൽ കയറിയിട്ട് വാതിലടച്ചിട്ട് നവ്യനോട് അത് തുറന്നു പറയാനായിട്ട് പറയുന്നുണ്ട്. ആ സത്യം ഡോക്ടറെ വിളിച്ച് ഡോക്ടർ ഇപ്പോൾ വരും, എന്തായാലും ഈ കള്ളം പൊളിയും, അതിന് മുന്നേ എല്ലാവരോടും സത്യം തുറന്നു പറയുമെന്ന് പറയണേ. അപ്പം നവ്യ എങ്ങനെയായാലും അത് പറയില്ല കേട്ടോ, ഞാൻ എന്തായാലും അത് പറയില്ല എന്ന് തന്നെ പറയും. പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത്, ഇവിടുത്തെ മുത്തശ്ശൻ്റെ കാര്യം അറിയാലോ, മുത്തശ്ശന് കള്ളം പറയുന്നൊന്നും ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട് ഓ അങ്ങേരെ ഒരു പ്രമാണി, അങ്ങേര് വലിയൊരു നാട്ടുപ്രമാണി എന്നൊക്കെ പറയാണ്. ഇങ്ങനെ മൂർത്തി ജ്വല്ലറീസ് അയാൾ കെട്ടിപ്പടുത്തതെന്നല്ലല്ലോ, പാരമ്പര്യമായിട്ട് കിട്ടിയതല്ലേ എന്നൊക്കെ പറയാണ്. അപ്പം മുത്തശ്ശൻ ഇങ്ങനെ അങ്ങേരെ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടാവുന്നില്ല കേട്ടോ. അപ്പോൾ ചേച്ചി എന്താ പറഞ്ഞത്, അങ്ങേരെന്നോ ഈ വീട്ടിൽ ആരെങ്കിലും അങ്ങനെ പറയുന്നത് ചേച്ചി കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എന്തായാലും മുത്തശ്ശന് കള്ളം പറയുന്നൊന്നും ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ എന്നിട്ട് നിന്നെയും നിൻ്റെ ഭർത്താവിനെയൊക്കെ മുത്തശ്ശൻ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്തായാലും എന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയിട്ട് ഇവിടെ അങ്ങ് സുഖിച്ച് ജീവിക്കാമെന്ന് നീ വിചാരിക്കേണ്ട, ഞാൻ എന്തായാലും തുറന്നു പറയാൻ പോകുന്നില്ല, നീയായിട്ട് ആരോടും പറയണ്ട എന്ന് പറയുകയാണ്. പിന്നെ ചേച്ചി എന്താ ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവാണ്. അപ്പോൾ എനിക്കാണെങ്കിലും ഭയങ്കര ടെൻഷനാണ്. പിന്നീട് ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ വന്നിട്ട് തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ ഒരാൾ അമ്മയാവാൻ പോവാന്ന് അറിഞ്ഞു, പക്ഷേ വിളിയൊന്നും കണ്ടില്ലല്ലോ എന്ന് ഞാൻ ഓർത്തേ ഉള്ളൂ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ വിളിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, ഇന്നിപ്പം മോളറിയാതെ പപ്പായും പൈനാപ്പിളൊക്കെ കഴിച്ചു, അതിന് കാരണക്കാരൻ ഞങ്ങളുടെ ഈ നിൽക്കുന്ന കൊച്ചുമോനാണെന്ന് പറഞ്ഞിട്ട് അബീനെ ചൂണ്ടിക്കാണിക്കുകയാണ്. അവനും അറിയില്ലായിരുന്നു ഈ സമയത്ത് പപ്പായും പൈനാപ്പിളൊന്നും കഴിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഒരുപാട് കഴിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട് ആവശ്യത്തിലധികം കഴിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നവ്യ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടറെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ നവ്യയ്ക്കാണെങ്കിലും ആകെ ടെൻഷനാണ് കേട്ടോ, ഡോക്ടർ വന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നുള്ളൊരു ടെൻഷനാണ്. എന്തായാലും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പിന്നീട് ഡോക്ടർ ആണെങ്കിലും നവ്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് കണ്ണൊക്കെ ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നവ്യനോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് നവ്യ പറയുകയും ചെയ്യാണ്. എന്തായാലും മോളെ എനിക്ക് വിശദമായിട്ട് പരിശോധിക്കണം എന്ന് പറയുമ്പോൾ മുത്തശ്ശനാണെങ്കിലും ഇങ്ങനെ റൂമിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറയാണ് ഡോക്ടറോട്. അപ്പോൾ നവ്യാനെയും കൊണ്ട് ഡോക്ടർ റൂമിലേക്ക് പോകുന്ന സമയത്ത് ദേവയാനിയും ജാനകി ജലജി എല്ലാവരും കൂടെ പിറകെ പോവാണ് കേട്ടോ. അപ്പോൾ നൈനയാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവരൊക്കെ എന്തിനാ ഈ കൂടെ പോകുന്നതെന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ട് അവിടെ നിന്നിങ്ങനെ ഓർക്കുകയാണ്. പിന്നീട് അവരങ്ങ് പോയി കഴിഞ്ഞ ശേഷം മുത്തശ്ശനാണെങ്കിലും ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു നീയാണ് ഞങ്ങളുടെ മൂത്ത കൊച്ചുമോനെ, അപ്പോൾ നൈനമോൾക്കും ഈ അവസ്ഥയിലൂടെയൊക്കെ പോകാനുള്ള ആഗ്രഹം ഉണ്ടാവും എന്നൊക്കെ പറയാണ്. അപ്പോൾ എന്താ കുഞ്ഞുങ്ങൾ വേണ്ടാന്ന് വെച്ചതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മുത്തശ്ശ അങ്ങനെയല്ല, ഇപ്പോൾ വേണ്ടാന്നാണ് നൈന പറഞ്ഞതെന്ന് പറയുമ്പോൾ മോൾ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നൈനയാണെങ്കിലും ഒന്നും പറയാതെ ഇങ്ങനെ ഒന്ന് മടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അല്ല ഞങ്ങളുടെ രണ്ടുപേരുടെ തീരുമാനമാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ അധികം വൈകിയൊന്നും വേണ്ട, അപ്പോൾ എന്നേക്കാൾ കൂടുതൽ മുത്തശ്ശിയാണ് ഇങ്ങനെ പേരക്കുട്ടികളെ താലോലിക്കാൻ കാത്തിരിക്കുന്നത്, എനിക്കും അങ്ങനെ ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് വൈകിക്കൊന്നും വേണ്ട, ഇനിയിപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണിക്കാമെന്നൊക്കെ പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അതൊന്നും വേണ്ടാന്ന്, അപ്പോൾ എന്തായാലും അധികം വൈകിക്കേണ്ടെന്ന് അവരോടായിട്ട് പറയാണ്. അപ്പോൾ ആദർശാണെങ്കിലും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ തലയാട്ടുമൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് നവ്യനെയും കൊണ്ട് ഡോക്ടർ റൂമിലെത്തുന്നുണ്ട്. അപ്പോൾ ദേവയാനി എല്ലാവരും പിറകെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഡോക്ടർ അവരോടൊക്കെ പുറത്തേക്ക് നിൽക്കാനായിട്ട് പറയുന്നുണ്ട്. ഞാൻ മോളെ ഒന്ന് നന്നായിട്ട് പരിശോധിക്കട്ടെ എന്ന് പറയുകയാണ്. എന്നിട്ട് നവ്യനോട് കിടക്കാനായിട്ട് പറയുകയാണ്. അപ്പോൾ നവ്യാണെങ്കിലും ആകെ പേടിച്ചാണ് ബെഡിൽ കിടക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ഡോക്ടർ കണ്ണൊക്കെ നോക്കുന്നുണ്ട്. പിന്നീട് ഇങ്ങനെ ഡോക്ടറെ കയ്യിൽ പിടിക്കുകയാണ് കേട്ടോ. നവ്യാണെങ്കിലും എനിക്ക് ഡോക്ടറോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് കുഞ്ഞിനെ കളയണമെന്ന് മാത്രം പറയരുത്. അപ്പോൾ ഇക്കാലത്തെ പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, അവർക്ക് കുഞ്ഞിനെ ഇങ്ങനെ പ്രസവിച്ച് വളർത്താനൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ അതിന് മാത്രം ഞാൻ കൂട്ടു നിൽക്കില്ല എന്ന് പറയാണ്. അപ്പോൾ ആ സമയത്ത് നവ്യ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഗർഭിണിയൊന്നല്ല എന്ന് പറയാണ്. അപ്പോൾ അതെനിക്ക് മോളുടെ കണ്ണ് പരിശോധിച്ചപ്പോഴും പൾസ് നോക്കിയപ്പോൾ തന്നെ ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു, പിന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ
ഇങ്ങനെ എൻ്റെ വീട്ടുകാരെ എനിക്ക് വേറെ കല്യാണം ഇങ്ങനെ ഉറപ്പിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഒരു നാടകം കളിക്കേണ്ടി വന്നു എന്ന് പറയാണ്. അപ്പോൾ ഇതൊക്കെയാണോ നാടകം കളിക്കുന്നത്, നീ എന്താ മറ്റുള്ളവരെ കുരങ്ങ് കളിപ്പിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് നവ്യനോട് ഡോക്ടർ ചോദിക്കുന്നുണ്ടായിരുന്നു കുട്ടിയുടെ ഭർത്താവിന് ഈ കാര്യം അറിയുമോയെന്ന്. അപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഭർത്താവിനെ ചീറ്റ് ചെയ്തിട്ടാണോ ഇങ്ങനെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നവ്യ പറയുന്നുണ്ട് ഒരു അവസരം കിട്ടുമ്പോൾ ഞാനായിട്ട് തന്നെ അത് തുറന്നു പറഞ്ഞോളാം എന്ന് പറയുന്നുണ്ട്. അതുവരെ ഡോക്ടർ ഈ കാര്യം ആരോടും പറയരുത് എന്ന് പറയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് അങ്ങനെ ഒരു നാടകം കളിക്കേണ്ടി വന്നു, എൻ്റെ ഗതികേട് കൊണ്ടാണെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അതൊന്നും എനിക്ക് അറിയണ്ട, എന്തായാലും ഞാൻ പിന്നീട് ഡോക്ടറോട് പറയുന്നുണ്ട് ഇതാരോടും പറയരുത് എന്ന് പറയാണ്. അപ്പോൾ എനിക്ക് എന്തായാലും കള്ളം പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഈ വീട്ടിലുള്ളവരോട് അവർക്ക് ഇങ്ങനെ കള്ളം പറയുന്നതും ഒന്നും ഇഷ്ടമല്ല, സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണെന്നൊക്കെ പറയാണ്. അതുകൊണ്ട് എന്തായാലും എനിക്ക് ഈ വീട്ടുകാരോട് കള്ളം പറയാൻ പറ്റില്ല, എൻ്റെ എത്തിക്സിന് ചേർന്നതല്ല അത്, ഞാൻ എന്തായാലും ഉള്ളതുപോലെ പറഞ്ഞിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നവ്യയ്ക്കാണെങ്കിലും പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഇങ്ങനെ ഫ്രൂട്ട്സ് മുറിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള കത്തി കാണുന്നത്. ആ കത്തി എടുത്തിട്ട് കഴുത്തിലേക്ക് വെച്ചിട്ട് ഡോക്ടറെ ഒന്ന് വിളിക്കുകയാണ്. അപ്പോൾ എന്തായാലും എന്താ കുട്ടി കാണിക്കുന്നത്, കത്തി താഴെ വയ്ക്കാനൊക്കെ പറയുന്നുണ്ട്. വേണ്ട, ഡോക്ടർ ഇത് തുറന്നു പറയുന്നതും ഞാൻ മരിക്കുന്നതും ഒരുപോലെ തന്നെയാണെന്ന് പറയാനുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് പിന്നീട് ഇങ്ങനെ കത്തി താഴെയിട്, എന്തായാലും ഇത്തവണത്തേക്ക് ഞാൻ പറയില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ഒരുപാട് കാലം മൂടി വെക്കാനൊന്നും പറ്റില്ല, ഇന്ന് നിനക്ക് എന്തായാലും പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും, എന്തായാലും ഈ വ്യാജഗർഭം നിന്നെ തിരിഞ്ഞു കുത്തുന്നു പറയാണ്. എന്തായാലും പിന്നീട് ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ നവ്യ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് നാളെ എന്താവുന്നൊന്നും എനിക്ക് അറിയണ്ട, ഇന്ന് എനിക്ക് പിടിച്ചു നിൽക്കണം, എനിക്ക് അത്രയേ ഉള്ളൂ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.